ഹേ ഗായ്സ്, അപ്പം നമ്മളൊന്ന് രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇതുവരെയും കറങ്ങാനുള്ള പ്ലാനുകളൊന്നും ആയിട്ടില്ല. ഫുഡ് കഴിക്കുന്നതിനിടയിലാവും കറങ്ങണേന്റെ പ്ലാനുകളൊക്കെ. കഴിക്കാനായിട്ട് ബെറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സൈഡിൽ അധികം കാണാത്ത മാന്തൽ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അത് നൈസായിരുന്നു. അവസാനം ബേപ്പൂർ പോകാന്ന് പ്ലാൻ ഇട്ടു. പിന്നെ ചെറിയ മഴയൊക്കെ ആയിട്ട് കുറച്ചു നേരം നടക്കാനും നല്ല രസമൊക്കെ അവിടെ. രാവിലെയൊക്കെ ഒത്തിരി നടക്കാനൊക്കെ വരും. അതുപോലെ തന്നെ ഹൗസ് ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ വണ്ടിക്കടകളൊക്കെ ഉണ്ട്. കോഴിക്കോട് നോക്കണേ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബേപ്പൂർ ബീച്ച്. അതുപോലെ തന്നെ ബീച്ചിന്റെ പരിസരം എല്ലാം നല്ല വൃത്തിയാണ്. ഈ രീതിക്ക് ചാറ്റൽ മഴ അതിൻ്റെ കൂടെ ചെറിയ കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നടക്കാൻ നല്ല രസമായിരുന്നു. എന്റെ വരെ നടന്നെത്തുമ്പോഴാണ് കടലും കായലും കൂടെ ഒരുമിക്കുന്ന സ്ഥലം, അതായത് അഴിമുഖം. ദേ നമ്മുടെ അർജന്റീന കാറ്റിൽ പാറി പറക്കുന്നു. അങ്ങനെ രാവിലെ ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡെസ്റ്റിനേഷൻ നമ്പർ 2 പോയാണ് ഹൈലൈറ്റ് മാൾ. കുറെ നേരമൊക്കെ ഫുള്ള് മാളിലൊക്കെ കിടന്ന് കറങ്ങിയിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. ഇപ്പൊ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ഷർട്ടൊക്കെ എടുത്ത് പള്ളിക്ക് നിസ്കരിക്കുകയും ചെയ്തിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലോട്ട് പോയി. ബീച്ചിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേയും കൂടെ അല്ലല്ലോ, അതാവും. പിന്നെ കുറെ നേരം ബീച്ചിലൊക്കെ വന്നിരുന്ന ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നു ഏതാണ്ടൊന്ന് ഇരുട്ടിയൊക്കെ വന്നപ്പോൾ തന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് ആയിട്ടുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. പാരഗണിലെ സ്പെഷ്യൽ ബിരിയാണി, അതുപോലെ തന്നെ ഹരിയാലി ചിക്കൻ കബാബ്, അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഫുള്ള് കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. നാളെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട്. ശരിയെന്നാ.